ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സ്റ്റോളിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പെട്ടെന്നുണ്ടാവുന്ന അത്യാഹിതങ്ങൾ, അപകടങ്ങൾ എന്നിങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നിവയെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. പേര് വിഷ്ണു, ഞാൻ പുതുക്കാട് ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. ഇപ്പോൾ ഈ സ്റ്റാളിൻ്റെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ സ്റ്റാളിൻ്റെ ഇന്നത്തെ ഡ്യൂട്ടിയുടെ ചുമതല എനിക്കും എൻ്റെ ബാക്കിയുള്ള സഹപ്രവർത്തകർക്കുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ആദ്യം പറയുന്നത്, നമ്മൾ ഇപ്പോൾ ഒരാൾ കുഴഞ്ഞു വീഴുകയാണ്, ഒരാൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കുഴഞ്ഞു വീഴുകയാണ്, അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽപ്പെട്ട ആളെ പെട്ടെന്ന് കരക്കെടുത്ത് നമ്മൾ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ച് എന്താവുകയാണ്, കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന ഒരാൾ, ഹൃദയം പെട്ടെന്ന് നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് CPR എന്ന് പറയുന്നത്. ഓക്കെ, CPR എന്ന് പറയുന്നത് ആ ഒരു സംവിധാനമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളിപ്പോൾ നമ്മുടെ പരിസരത്ത് വെച്ചിട്ട് ഒരാൾ കുഴഞ്ഞു വീഴുകയാണെങ്കിൽ അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്യണം. അപ്പോൾ അയാൾ ആദ്യം പ്രോപ്പറായിട്ട് ഒരു നല്ലൊരു സ്ഥലത്ത് എന്ത് ചെയ്യണം, കിടത്തണം. അതിനുശേഷം റെസ്പോൺസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ, ആളുടെ തോളത്ത് എന്ത് ചെയ്യണം, ജസ്റ്റ് തട്ടി, ഒരു പേരറിയുന്ന ആളാണെങ്കിൽ തട്ടി എന്ത് ചെയ്യണം, പേര് നമ്മൾ വിളിച്ച് റെസ്പോൺസ് ചെക്ക് ചെയ്യണം. ഇത് റെസ്പോൺസ് ചെക്ക് ചെയ്തിട്ട് ആൾ എണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ അടുത്തുള്ള ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ അവരോട് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ തന്നെ എന്ത് ചെയ്യാം, ഒരു ആംബുലൻസ് പെട്ടെന്ന് വിളിച്ച് അറേഞ്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ആളുടെ പൾസ് ചെക്ക് ചെയ്യണം, ബ്രീത്ത് ചെക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കരോട്ടിഡ് പൾസാണ്. ഓക്കെ, നമ്മുടെ ഈ നെക്കിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യേണ്ടത്. കരോട്ടിഡ് പൾസ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ആൾക്ക് ബ്രീത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ജസ്റ്റ് നമ്മുടെ കഴുത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫീല് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ചെസ്റ്റ് ജസ്റ്റ് ഉയരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൾസ് ചെക്ക് ചെയ്തു, ബ്രീത്ത് ചെക്ക് ചെയ്തു. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യണം, CPR സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ CPR കൊടുക്കേണ്ടത് ഒന്ന് വലത് കൈയുടെ തൊട്ട് മുകളിലായിട്ട് എന്ത് ചെയ്യണം, ഇടത് കൈ വെച്ചതിന് ശേഷം ഈ രണ്ട് നിപ്പിളിൻ്റെ സെൻട്രൽ പോർഷൻ, ആ സെൻട്രൽ പോർഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ആ സെൻട്രൽ പോർഷനിൽ നമ്മുടെ കൈകൾ വെക്കുന്നു. ഇത് താഴെ വെച്ചിട്ടാണ് കൊടുക്കേണ്ടത്, പക്ഷേ ഞാൻ ജസ്റ്റ് ഈ ഒരു സിറ്റുവേഷൻ ആയത് മുകളിൽ വെച്ച് കാണിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സെൻട്രൽ പോയിന്റിലായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കൈ വെക്കുന്നു. അതിനുശേഷം നമ്മുടെ കൈകൾ എന്ത് ചെയ്യരുത്, ഷോൾഡർ ഒരിക്കലും വളയരുത്. സ്റ്റാർട്ട് ചെയ്യുന്നു. 30 തവണയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് കണ്ടിന്യൂസ് ആയിട്ട് 1 2 3 4 5 6 7 8 9 10 അങ്ങനെ 30 തവണ എന്ത് ചെയ്യണം, പ്രസ് ചെയ്യണം. 2 തവണ ബ്രീത്ത് കൊടുക്കണം. ഓക്കെ, 2 തവണ ബ്രീത്ത് കൊടുക്കുന്നു, 30 തവണ പ്രസ് ചെയ്യുന്നു. ഇത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെയോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹെൽപ്പിന് എത്തുന്നവരെയോ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കണം. ഓക്കെ.